അതേപോലെ LCT വന്നിട്ട് ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബേസിക് സ്കില്ലായ LCT ആണ് പഠിക്കേണ്ടത്. ഇപ്പോൾ വാ. ഗായ്സ്, നിങ്ങളിപ്പം കണ്ട ഈ ഒരു മൂവ്മെൻ്റ് ആരാണ് LCT. ഇത് കാണാൻ വളരെ സിമ്പിളാണെങ്കിലും ജിമ്മിൽ പോയിട്ട് ഒരു 100 കിലോ ഡെഡ് ലിഫ്റ്റ് അടിക്കുന്ന ആൾക്കാർക്ക് വേറെ ഇത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് ഇത് കാലിസ്തനിക്സിന് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ് ഈ LCT എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങളെ വെറും കോർ മസിൽസ് മാത്രമല്ല, ഷോൾഡർ മസിൽസ്, ആംസ് മസിൽസ്, പിന്നെ ഹിപ്പ് ഫ്ലെക്ചേഴ്സിൻ്റെ മൊബിലിറ്റി എല്ലാം കൂടി ഇത് ചേരുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഒരു LCT. ബിഗിനർ സ്കില്ലാണ് ഈ ഒരു LCT. അതുകൊണ്ട് ഇതെങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു LCT ചെയ്യുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ് സ്കാപ്പുലാർ ഡിപ്രഷൻ ചെയ്യാത്തത്. സ്കാപ്പുലാർ ഡിപ്രഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിക്ക് പൊങ്ങിയിട്ട് LCTൻ്റെ ഒരു പൊസിഷനിലേക്ക് എത്തും. എല്ലാം നിങ്ങളുടെ ബോഡി നിങ്ങൾ ആംസിൻ്റെ ലെവലിനേക്കാളും കുറച്ച് താണിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് LCT ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സ്കാപ്പുലാർ എലവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊങ്ങാൻ ശ്രമിച്ചാൽ നമുക്ക് നിലത്ത് നിന്നും പൊങ്ങാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ആംസിൻ്റെ ഒരു ലെവലുണ്ട്. അതിന് നിങ്ങൾ സ്കാപ്പുല ഫസ്റ്റ് ഒന്ന് ഡിപ്രഷൻ ചെയ്തിട്ട് പൊന്തി നിന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ലെവലായിട്ട് പൊന്തി നിൽക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പ്. എല്ലാവരും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കും അതാണ്. അപ്പോൾ LCT ചെയ്യാൻ കഴിവുള്ള ആൾക്കാർക്ക് വരെ അത് ചെയ്യാൻ പറ്റില്ല, ഇത് പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ പ്രോപ്പറാക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇരുന്നിട്ട് സ്കാപ്പുല എലവേറ്റ് ചെയ്യുക, ഡിപ്രസ് ചെയ്യുക, എലവേറ്റ് ചെയ്യുക, ഡിപ്രസ് ചെയ്യുക. ഇതൊരു 10 റെപ്പ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്താൽ, ഡെയിലി ചെയ്താൽ നിങ്ങളുടെ സ്കാപ്പുലാൻ്റെ വിഷയം പെട്ടെന്ന് മാറി കിട്ടും. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സീറ്റഡ് ലെഗ് റൈസസ്. ഇത് നിങ്ങളുടെ കോർ മസിൽസും ലെഗ് മസിൽസും നല്ല രീതിക്ക് എൻഗേജ് ആയിട്ട് നിങ്ങൾക്ക് LCTയിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു എക്സസൈസ് ആയിരിക്കും ഇത്. നിങ്ങളുടെ കൈ ഒരു നീ ലെവലിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ 2 ലെഗും മേലോട്ടേക്ക് പൊന്തിക്കുക. ഇത് ഒരു 12 to 15 റെപ്പ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്താൽ നിങ്ങൾ കോർ മസിൽസ് ലെഗ് മസിൽസ് നല്ല രീതിക്ക് എൻഗേജ് ആവും. നിങ്ങൾക്കിത് 2 ലെഗിൽ ഒരുമിച്ച് ചെയ്യാൻ പാടാണെങ്കിൽ സിംഗിൾ ലെഗിൽ ചെയ്യാം. സിംഗിൾ ലെഗിൽ പരമാവധി അപ്പ് ചെയ്താൽ നിങ്ങൾ ലെഗ് മസിൽസ് നല്ല രീതിക്ക് വർക്കാവും. ഓക്കെ, സിംഗിൾ ലെഗ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം, ഈ പടം എന്ന് ഇതിന് പറയാം, പടം നീർത്ത് വെക്കുക. ഇതിങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ നീർത്ത് വെച്ചാൽ നിങ്ങളുടെ ലെഗ് സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു ടെക് LCT. എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ചെയറോ അല്ലെങ്കിൽ കുറച്ച് ഹൈ ആയിട്ടുള്ളൊരു ബാറോ വേണോ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൈമേൽ സ്ട്രെങ്ത് കൊടുത്തിട്ട് ഇങ്ങനെ LCT ചെയ്യാം. നിങ്ങൾ ഒരു ബിഗിനേഴ്സിനിൽ ഇത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിന് ആംസിന് സ്ട്രെങ്ത് കൂട്ടാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഹൈയൊരു സ്റ്റെപ്പിന് ഇങ്ങനത്തെ ഒരു ബാർ ആവശ്യമാണ്. അല്ലെങ്കിൽ കുറച്ചൊരു ഹൈറ്റുള്ളൊരു പൊസിഷൻ ആയാലും കുഴപ്പമില്ല. നിങ്ങളിങ്ങനെ കൈ വെക്കുന്നതായാലും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതായാലും എങ്ങനെയായാലും കുഴപ്പമില്ല. ഹൈയൊരു ബാർമിൽ എന്നിട്ട് ലെഗ് സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ഹോൾഡ് ചെയ്യുക. അതൊരു 3 സെറ്റ് ഫെയിലർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആംസിൻ്റെ സ്ട്രെങ്ത് കുറച്ച് ഇൻക്രീസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് LCT നിങ്ങളെ ആംസിന് സ്ട്രെങ്ത് കിട്ടും. ഈ ഒരു ടെക് LCT നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു ടെക് LCTൻ്റെ പൊസിഷനിൽ നിന്നിട്ട് 1 ലെഗ് റേസ് ചെയ്യുക. ഇതേപോലെ ഒരു ലെഗ് റേസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതൊരു 15 to 20 റെപ്പ് വരെ ചെയ്യാം. ഇത് LCTൻ്റെ ലാസ്റ്റത്തെ ഒരു ബോണസ് ടിപ്പാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ലെഗ് കുറച്ച് ഹൈറ്റിൽ കയറ്റി വെക്കുക. എന്നിട്ട് ഹാൻഡ് പ്രസ് ചെയ്തിട്ട് LCTൻ്റെ ഒരു പൊസിഷനിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ക്വാഡ് മസിൽസും എല്ലാം നല്ല രീതിക്ക് എൻഗേജ് ആവും. ലെഗ് മസിൽസിൻ്റെ മൊബിലിറ്റി എല്ലാം കുറച്ചൊന്ന് കൂടും. ഹിപ്പ് ഫ്ലെക്ചേഴ്സ് എല്ലാം നല്ല രീതിക്ക് വർക്കാവും. ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് LCT ചെയ്യാൻ പറ്റില്ല. LCT ചെയ്യേണ്ടെങ്കിൽ നല്ല കോർ സ്ട്രെങ്ത് വേണം. മെയിനായിട്ട് എൻഗേജ് ചെയ്യുന്ന മസിലാണ് കോർ മസിൽസ്. അപ്പോൾ അതിൻ്റെ കോർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട 2 വർക്കൗട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാവരും ചെയ്യുന്ന വർക്കൗട്ടായിരിക്കും, എല്ലാവർക്കും അറിയുന്ന വർക്കൗട്ടായിരിക്കും. ചെയ്യുന്ന വർക്കൗട്ട് അധികാരം ചെയ്യുന്നുണ്ടാവില്ല. ഇത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യണം. ഫസ്റ്റ് വർക്കൗട്ടാണ് ഹാലോ ബോഡി ഹോൾഡ്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കാൽ 2 ഫ്രണ്ടിലേക്ക്, കൈ ചവിട്ടിന് ചേർത്ത് വെക്കുക. എന്നിട്ട്
പരമാവധി ലീൻ ചെയ്തിട്ട് കോർ എൻഗേജ് ചെയ്തിട്ട് കിടക്കുക. ഇതൊരു അടിപൊളി കോർ വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നും ഫസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ. അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ കൈയൊന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് തന്നെ ഈസി വേർഷനാണ് ഇത്. കുറച്ചും കൂടി ഹാർഡാക്കണം. നിങ്ങൾക്ക് ഇത്ര ഈസി ആകണ്ടെന്നുണ്ടെങ്കിൽ തലക്ക് കൈ വെച്ചാൽ മതി. അതാണെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിരിക്കും. പരമാവധി ബേക്കിലേക്ക് ലീൻ ചെയ്ത് കിടക്കുമ്പോൾ നല്ല രീതിക്ക് എഫക്റ്റ് കിട്ടും കോറിന്. അടുത്ത വർക്കൗട്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അധികം ആൾക്കാരെ ചെയ്യുന്ന വർക്കൗട്ടായിരിക്കും. പക്ഷേ ഇത് ഭയങ്കര എഫക്റ്റായിട്ടുള്ള വർക്കൗട്ടാണ്. പ്ലാങ്ക് എല്ലാവരും ചെയ്യുക ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ആയിരിക്കും ചെയ്യുക. അങ്ങനെയല്ല പ്ലാങ്ക് ചെയ്യേണ്ടത്. നിങ്ങൾ കോറ് സ്കാപ്പുല ഒന്ന് റിട്രാക്ട് ചെയ്തിട്ട് പിടിക്കുക. എന്നിട്ട് കോറ് നല്ല രീതിക്ക് എൻഗേജ് ചെയ്യുക. കാല് രണ്ടും വിട്ട് വെക്കുക. നേരെ നമ്മളെ കൈകളെ ഇടക്കിലേക്ക് നോക്കുക. ഇങ്ങനെയാണ് ശരിക്കും പ്ലാങ്ക് ചെയ്യേണ്ടത്. പല ആൾക്കാർ തെറ്റായ ഫോമിലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങളെ കോർ മസിൽസ് ഇതിനകത്ത് എൻഗേജ് ആവില്ല. ഞാനിപ്പം പറഞ്ഞ ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ സിമ്പിളായിട്ട് എൽസിറ്റ് പഠിക്കാം. എൽസിറ്റ് വലിയ ടഫായിട്ടുള്ള സ്കില്ലൊന്നുമല്ല. കാലിസ്റ്റനിക്സിൻ്റെ ഒരു ഈസി സ്കില്ലാണ് ഈ ഒരു എൽസിറ്റ്. ഈ ഒരു എൽസിറ്റ് പഠിക്കാമെന്ന് പറഞ്ഞാൽ വലിയ പാടുള്ളതായിരുന്നല്ല. ഞാനിപ്പം കാണിച്ച സ്റ്റെപ്പെല്ലാം ചെയ്താൽ നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 1 month കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്കില്ലാണ് ഈ ഒരു എൽസിറ്റ്. ഇത് കാലിസ്റ്റനിക്സിലെ ബേസിക് സ്കില്ലാണ്. കാലിസ്റ്റനിക്സിലെ ഈ ഒരു ബേസിക് സ്കിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എൽസിറ്റ് ടു ഹാൻഡ് സ്റ്റാൻഡ്, പിന്നെ ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ്, അങ്ങനത്തെ കുറേ സ്കിൽസ് പഠിക്കാൻ പറ്റും. അതെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.